Hello, Jasi Chetta. Have you ever been influenced by this Caribbean music? ഞാൻ ബോബ് മാർലി എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഒത്തിരി ഇൻസ്പയർഡ് ആയിട്ടുള്ള മ്യൂസിക്കാണ് ബോബ് മാർലിയുടെ. കരീബിയൻ ഒത്തിരി കേൾക്കും. അത് പ്രത്യേകിച്ച് എനിക്ക് പെർക്കഷനോട് ഭയങ്കര താല്പര്യമുണ്ട്. താളം. Do you have idol? എനിക്ക് വെസ്റ്റേൺ മ്യൂസിക്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന സിംഗേഴ്സിൽ ബോബ് മാർലി, സ്റ്റിങ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലോയിഡ് ക്ലാസിക് ബാൻഡ്, പിന്നെ അതുപോലെ ഫ്രെഡി മെർക്കുറി, അങ്ങനെ ഒത്തിരി ഉണ്ട്. പിന്നെ ഇന്ത്യൻ മ്യൂസിക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളെന്ന് പറഞ്ഞാൽ ഒന്ന് ഇളയരാജ സാറും യേശുദാസ് സാറും. Can you sing a line? ഇറക്കെ Yeah. ഞാൻ പാടാം. ഞാൻ ബോബ് മാർലിയുടെ ഞാൻ ഹോട്ടലിൽ പാടിക്കൊണ്ടിരുന്ന സ്റ്റീർഡ് അപ്പ് എന്ന് പറഞ്ഞൊരു സോങ് ഉണ്ട്. Okay. അത് പാടാം. എന്താണ് പേര്? എൻ്റെ പേര് ഷെയ്ൻ. 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 എവിടെയാണ് താമസിക്കുന്നത്? കൊല്ലത്ത് താമസിക്കുന്നത്. കൊല്ലത്ത് എവിടെയെന്ന് പറഞ്ഞാൽ എനിക്ക് അധികം അറിഞ്ഞുകൂടാ കൊല്ലം. ഞാൻ ഒത്തിരി ഷോസ് അവിടെ ചെയ്തിട്ടുണ്ട്. കൊല്ലം പള്ളിമുക്ക്. കണ്ണാമ്പൊത്തിലേലെ കാട്ടുകുറിഞ്ഞിലേലെ മിന്നാമെന്നിലേലെ പൊന്നായി മെന്നിലേലെ മഴവിൽ ചിറകിൽ പാറിപ്പോകാം ലേലെ മഴനൂൽ തുമ്പത്തൂഞ്ഞാലാടാം ലേലെ കണ്ണാമ്പൊത്തിലേലെ കാട്ടുകുറിഞ്ഞിലേലെ മിന്നാമെന്നിലേലെ പൊന്നായി മെന്നിലേലെ. Come on and stir it up. Let our darling stir it up. Thank you. നല്ല പാട്ടായിരുന്നു. ജാസിയേട്ടനെ ഇഷ്ടപ്പെട്ട മ്യൂസിക് ഡയറക്ടർ ആരാ? ഞാൻ ഇഷ്ടപ്പെടുന്ന തന്നെയാണ്. രവീന്ദ്ര മാഷിൻ്റെ സോങ്സ് ഭയങ്കര ഇഷ്ടമാണ്. ജാസിയേട്ടന് ഇഷ്ടമുള്ള മെയിൽ സിംഗർ ആരാ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിംഗർ ദാസാർ. കുഞ്ഞാള് പോലെ നമ്മൾ കേട്ട് കേട്ട് വളരുന്നത് ആണ്. അതാണ്. ഫീമെയിൽ സിംഗറോ? ഫീമെയിൽ സിംഗർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഇഷ്ടമാണ്. ജാനകി അമ്മ, ചിത്ര ചേച്ചി, സുധാ ചേച്ചി മുതലായ എല്ലാ സിംഗേഴ്സിനും ഇഷ്ടമാണ്. അതുപോലെ എനിക്ക് ശ്രേയ ഘോഷൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിംഗറാണ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ കുറേ അപ്കമിങ് സിംഗേഴ്സ് ഉണ്ടല്ലോ, അവരെല്ലാം എന്നാ ഒരു നല്ല ഇഷ്ടപ്പെട്ട ആരെയാ? അതിൽ ഒരാളെ മാത്രം നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. കാര്യം എല്ലാവരും നമ്മുടെ കൂട്ടുകാരാവുകൊണ്ട് നമ്മൾ എല്ലാവരെയും ഇഷ്ടമാണെന്ന് പറയണം. എല്ലാവരും ഇഷ്ടമാണ്. ഫിലിമെല്ലാം കാണാറുണ്ടോ? ഫിലിം എല്ലാം കാണാറുണ്ട്. എല്ലാം അത്യാവശ്യം. ഏത് ടൈപ്പായി കാണാൻ ഇഷ്ടം? അയ്യോ, ഫിലിം വെളിയിലുള്ള ഫിലിംസ് ഒത്തിരി കാണാറുണ്ട്. മലയാളം കുറവല്ലേ? മലയാളം അധികം കാണാറില്ല. ആക്ടേഴ്സിലൊക്കെ ആരെ ഇഷ്ടം? യാത്ര ആക്ടേഴ്സിൽ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഇഷ്ടമാണ്. ഒന്നും അങ്ങനെയല്ല, എന്താണ് എല്ലാവരോടും എനിക്ക് വലിയ താല്പര്യമാണ്. ജാസേട്ടാ, പരമ്പരാഗതമായ സംഗീത രീതികളെ താങ്കൾ അട്ടിമറിച്ചതായിട്ടാണ് ബുദ്ധിജീവികളുടെ അഭിപ്രായം. താങ്കൾ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അട്ടിമറി എന്നുള്ളൊരു സംഭവം ആയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ പാട്ട് ഇറങ്ങുന്ന സമയത്ത് ഒത്തിരി റൈറ്റപ്പുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മലയാളം മ്യൂസിക്കിനെ നശിപ്പിക്കുന്നു, മലയാളം ഭാഷയെ നശിപ്പിക്കുന്നു, അങ്ങനെ ഒത്തിരി റിവ്യൂസ് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രത്യക്ഷമായിട്ട് നമ്മൾ ഒരു പാട്ടിൽ ഇംഗ്ലീഷ് വരികയാണ്, അല്ലെങ്കിൽ വേറെ സ്റ്റൈലിലൊരു പാട്ട് സക്സസ് ആകുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു കൺസെപ്റ്റിൽ അല്ലേ നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആ ഒരു സ്റ്റൈൽ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഓഡിയൻസിൻ്റെ നിന്നാണ് ഇങ്ങനത്തെ ഒരു റിപ്പോർട്ട് വരുന്നത്. ഞാനിപ്പോൾ ദാസാറിനെ കൊണ്ട് 3 പാട്ട് ഞാൻ പാടിച്ചിട്ടുണ്ട്. അത് ഡിസംബറിലെ സ്നേഹത്തുമ്പി, ശംഭുവിലെ സന്ധ്യയെ, ഇരുളിൻ കയങ്ങളിൽ എന്നുള്ള ദാസാറിൻ്റെ പാട്ട്, പിന്നെ ചിത്ര ചേച്ചിയുടെ 100 ആശകൾ, ശംഭുവിൽ തന്നെ പൊന്നമ്പിളി. അപ്പോൾ ഇങ്ങനെ ഒത്തിരി മെലഡിയും ഞാൻ ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ ആണെങ്കിലും ഈസ്റ്റേൺ ആണെങ്കിലും മ്യൂസിക്കൽ വൈസ് കമ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൽ ഒരു പ്രത്യേകിച്ചൊരു സെപ്പറേഷൻ ഇല്ല. ഓരോ പാട്ട് ഇഷ്ടപ്പെടുന്ന പോലെ നമ്മൾ ഓരോ പാട്ട്
കമ്പോസ് ചെയ്യും എന്നുള്ള അതാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഒരു സിനിമാ പാട്ടിനെ സംബന്ധിച്ചിടത്തോളം അത് പലരും പറയും ഒരു സംഗീതം അല്ലെങ്കിൽ ഇത്ര നാൾ നിലനിൽക്കണം ആ സംഗീതം, അങ്ങനെയുള്ളൊരു കൺസെപ്റ്റിലൊന്നും എനിക്ക് ഒരു വളരെ പുതിയ ആളെന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. കാര്യം ഒരു സാധാരണ ഒരു ആൾ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ പാട്ടിനെ ഓവറായിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഒരു നല്ല സിനിമാ പാട്ടെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ഇതൊക്കെയാണ്. ആക്ച്വലി ഈ പാട്ടിറങ്ങിയ സമയത്ത് ഉള്ള ഒരു സംഭവം. ഇവിടെ ഇത്രമാത്രം പേര് ഇതിനെ ഒപ്പോസ് ചെയ്ത് സംസാരിച്ചെങ്കിലും എനിക്ക് തമിഴ്നാട്ടിലും ഈ പാട്ട് ഹിറ്റായി. എനിക്ക് അതിനെക്കാട്ടിൽ കൂടുതൽ തെലുങ്കിൽ നിന്ന് ഒത്തിരി ഓഫേഴ്സ് വന്നത് ഈ പാട്ടാണ്. കാരണം അവിടുത്തെ വളരെ സീനിയറായിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സ് MM ക്രീം, കിരവാണി സാർ, അതുപോലെ ശ്രീലേഖ, ദേവിശ്രീ പ്രസാദ്, മണി ശർമ്മ മുതലായ എല്ലാ ഡയറക്ടേഴ്സിനും ഈ പാട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മല്ലീശ്വരി, എൻ്റെ ലജ്ജാവതിയുടെ തെലുങ്ക്. അപ്പോൾ ഈ ലജ്ജാവതി, അന്നക്കിളി, ബല്ലെ ബല്ലെ ഈ 3 പാട്ടും കേട്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഡയറക്ടേഴ്സ് എന്നെ വിളിക്കുകയും എനിക്ക് അതുപോലെ പാട്ട് കമ്പോസ് ചെയ്ത് തരുകയും ചെയ്യണം. അതൊക്കെ എനിക്ക് ഈ ലജ്ജാവതി ഞാൻ സ്വന്തമായിട്ട് ചെയ്തൊരു പാട്ട് കൊണ്ടെനിക്ക് കിട്ടി എന്നുള്ളൊരു ഇത് കണക്കാണ്. അതുപോലെ തന്നെ പാടാൻ പോകുമ്പോഴും ഞാൻ ഇവിടെ മ്യൂസിക് ചെയ്യുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അവരൊരു നല്ലൊരു ഇത് തരുന്നുണ്ട്. ജാസിയേട്ടാ, ഞങ്ങൾ വെച്ചാൽ തമിഴിനോട് ഇപ്പോൾ ഒരു ക്രേസ് ആയ ഒരു ടൈമാണ്. അപ്പം ഞങ്ങൾ ഒരുവിധം മിക്ക സ്റ്റുഡൻസും തമിഴ് ഫാൻസാണ്. ഇപ്പോൾ ജാസിയേട്ടൻ സച്ചിനിലെ വിജയ് അഭിനയിച്ച സച്ചിനിലെ പാട്ടൊന്ന് പാടി. അതിൽ ഞാനും മാലതിയും കൂടെയാണ് പാടിയിരിക്കുന്നത്. അത് ഗുണ്ടുമാങ്ങ എന്നുള്ള സോങ്. അത് കേട്ടിട്ടുണ്ടോ? ഗുണ്ടുമാങ്ങ ഞാൻ പാടിത്തരാം. അത് തമിഴ് പാട്ടാണോ സാധാരണ ഒത്തിരി കേൾക്കാറുള്ള? തമിഴ് പാട്ട് മലയാളം കേൾക്കാറില്ല? കേൾക്കാറുണ്ട്. കോളേജ് ഡാൻസെല്ലാം കളിക്കാറുണ്ടോ? പാട്ടൊക്കെ വെച്ചിട്ട്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇവിടെ കടിച്ചു കളിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ സ്റ്റേജിൽ കയറി അവള് കോളേജിൽ എല്ലാ സമയം അങ്ങനെ കളിക്കാൻ പറ്റും? എല്ലാ സമയം അങ്ങനെ ഡാൻസ് ചെയ്യാൻ സമ്മതിക്കുമോ? ഇല്ലല്ലോ. എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ നമ്മളിപ്പോ ടൂറിനൊക്കെ പോകുമ്പോ പിന്നെ ക്ലാസ്സിലൊക്കെ ഇപ്പോൾ ഒരു പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കയറി. അതാണ് ഞാൻ ചോദിച്ചത്. ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വെച്ചാല് ക്ലാസ്സിലൊക്കെ എപ്പോഴും ഡാൻസ് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചത്. അതങ്ങനെയില്ല, ഓരോ ഒക്കേഷനാണ്. എന്ന് വെച്ചാൽ ഓരോ ജൂനിയേഴ്സിന്